നീ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ആകാശത്തിന്റെ ഉച്ചി വരെ നിനക്ക് എന്തുണ്ട്? ദോഷമുണ്ട്. പക്ഷെ നിനക്ക് എന്തുറപ്പുണ്ട്? അന്നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അൻത അബ്ദി, നിന്റെ അബ്ദാണ് ഞാൻ, നിന്റെ ഇലാഹായ റബ്ബാണ് ഞാൻ, ഒന്നേ ഉള്ളൂ എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ എന്നിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണെങ്കിൽ, ഭൂമിയുടെ പ്രതലം മുതൽ ആകാശത്തിന്റെ ഉച്ചി വരെ നിനക്ക് ദോഷമുണ്ടെങ്കിലും ഞാൻ നിനക്ക് ഓർത്തേരും. എന്താ പ്രശ്നം? അതാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് എല്ലാം ഉണ്ട്, വിശ്വാസമില്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, വിശ്വാസമില്ല. ഈ ഒരു ബിസ്മില്ലാ അതന്നെ മതിയാവും, തന്നെ മതിയാവും. മദ്രാസിൽ രോഗിയായി മരിക്കാൻ കിടക്കുക, ബഹുമാനപ്പെട്ട എന്താ പറയാ ഖൈദ മില്ലത്ത് മുഹമ്മദ് ഉസ്മാൻ സാഹിബ് മരിക്കാൻ കിടക്കുന്ന നേരം, മരണം ഉറപ്പാവുന്ന സമയം ആളുകളെ വിളിച്ചു. CH അടക്കണ്ട, ബാഫക്ക് തങ്ങൾ ബുർദെല്ലാം പറഞ്ഞു. ബാഫക്ക് തങ്ങൾ ആ ബുർദെല്ലാം നേതൃത്വം കൊടുത്ത്. ആരുടെ ഈ ചരിത്രമാണിത്, ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരാൾക്കും ശരിക്കാൻ പറ്റൂല. ഈ ഉമ്മത്തിന് രണ്ടാമത്തെ ഒരു നവോത്ഥാനം ഉണ്ടാക്കിയ ആളാണ് ആര്? പറയും മക്കളെ, ഖൈദ മില്ലത്ത് മുഹമ്മദ് ഉസ്മാൻ സാഹിബ്. ഈ മനുഷ്യൻ മദ്രാസിൽ ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ബുർദലിച്ചു. ബുർദയെല്ലാം നേതൃത്വം കൊടുത്ത് ബാഫ്തങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. അദ്ദേഹം ബുർദയിൽ കൂടി. ഞാൻ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ബസ്സിലിരിക്കുക. 1985 1985 ദർസ് പഠിക്കുന്ന കാലം. അങ്ങനെ ഒരു ഭിക്ഷക്കാരൻ വന്നു. 1985 ആ ഭിക്ഷക്കാരൻ വന്നപ്പം എന്തോ 50 വയസ്സ് അങ്ങനെയൊക്കെ കൊടുക്കുക, അത്രേ ഉള്ളൂ ദാനം. നമ്മൾ ഓരോ മാറ്റിയാണല്ലേ, 50 വയസ്സ് 25 വയസ്സ് എന്തോ ഒന്ന് കൊടുത്തു. അപ്പം ഞാൻ സീറ്റിലിരിക്കുകയാണ്, ഞാനുണ്ട് വേറൊരാളുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ 50 വയസ്സ് 25 വയസ്സ് എന്തോ ഒന്നുണ്ട്, അത് കൊടുത്തു. ചില ആളുകളൊക്കെ കൊടുത്തു. അപ്പം എൻ്റെ തൊട്ടടുത്ത സീറ്റിലുള്ള എൻ്റെ ചാരി ഇരിക്കുന്ന ആൾ കൊടുത്തില്ല. പിന്നെ മൂപ്പര് പറയൽ തുടങ്ങി, കള്ളു കുടിച്ച് ഇവിടെ കിടക്കണം, വൈകുന്നേരമായി. മനസ്സിലായില്ല? കള്ളു കുടിച്ച് ഇവിടെ കിടക്കണം, കഞ്ചാവ് വിൽക്കാൻ വേണ്ടി പൈസ വാങ്ങിക്കൊണ്ട് പോകണം. അപ്പൊ കൊടുത്ത നമ്മളാരായി? ഞാനിത് 1985 എൻ്റെ ഒരു അനുഭവം ഞാൻ മറന്നിട്ടില്ല, മറക്കൂല. മറക്കാം. അതെന്താണ്? തെറ്റുകാരൻ്റെ ന്യായീകരണമാണ്. അത് മനുഷ്യൻ്റെ സ്വഭാവം. മനുഷ്യന് പിന്നെ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൻ എന്ത് ചെയ്യും? ഇപ്പൊ ഒരു ഭിക്ഷക്കാരന് കൊടുക്കണം എന്നാണല്ലോ, കൊടുത്തിട്ട് ഓനത് കുറച്ചില്ലല്ലേ. അപ്പൊ പിന്നെ ഓൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ന്യായീകരിക്കും. കൊടുക്കാതിരുന്നോ? ന്യായീകരിക്കണ്ട. അത് മനുഷ്യന് വലിയ ദോഷ. ഈ ന്യായീകരണം ഇത് ന്യായീകരിക്കണ്ട, ഇത് കൊടുക്കും വേണ്ട, കൊടുക്കണ്ട. ഇപ്പൊ എവിടെ എത്തി? ഓ കള്ളുടിച്ചു. ഞാൻ എന്താ കള്ളുടിച്ചത്? കള്ളുടിച്ചാൽ കൊല്ലുന്ന ഏതെങ്കിലും കിതാബിലുണ്ട്? കള്ളുടിച്ചവർക്ക് തിന്നാൻ കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? അല്ല, അത് പറയാം ആദ്യം, എന്നിട്ട് ബാക്കി പോയാൽ മതി. കള്ളുടിച്ചവർക്ക് ചായ വാങ്ങി കൊടുക്കരുത് ഏതെങ്കിലും കിതാബിൽ ഉണ്ടോ എൻ്റെ ചോദ്യം. കള്ളുടിക്കും, നമ്മൾ ചായ വാങ്ങി കൊടുക്കും. കാരണം നമ്മളെയും അവൻ്റെയും റബ്ബുണ്ട്. ആര്? റഹ്മാനാണ്. ഈ കള്ളു വാങ്ങി കൊടുക്കണ്ട. പക്ഷെ കള്ളുടിച്ചോ എന്ത് വന്നു? ചായ കിട്ടിയെങ്കിൽ തന്നെ 2 ഉറുപ്പിക എടുത്ത് കൊടുക്കണം, 10 ഉറുപ്പിക എടുത്ത് കൊടുക്കും. ഇപ്പോൾ 10 ഉറുപ്പിക എടുത്ത് കൊടുക്കണം. ഓൻ ചായ കുടിച്ചോട്ടെ അല്ലേ? നമ്മളിവിടെ ചായ കുടിക്കാനാണ്. അല്ലെങ്കിൽ ചായയും കടിയും വാങ്ങി കൊടുത്തോ. അതിൻ്റെ അപ്പുറം നമുക്കറിയില്ല. നമുക്കെന്താ അറിയണ്ടേ? നമുക്കതിൻ്റെ അറിയേണ്ട ആവശ്യം എന്ത്? പന്നിനെയും കൂട്ടിയിലാണ് സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആയിക്കോട്ടെ, എയിമുണ്ടോ? ഇല്ലല്ലോ. നമ്മളത് തേച്ച് കുടിച്ചാൽ പള്ളിയാവും. ധൈര്യല്ലേ ഇത് തേക്കണ്ട? നമ്മൾ സൂറത്തിന് തുണി വാങ്ങിക്കൊണ്ടെന്നാൽ ആ തുണി എടുത്തിട്ട് നേരെ കൈകാതെ തുണി എടുത്ത് പള്ളിയൊക്കെ ചുമക്കും. നമ്മൾ അള്ളാഹു സ്വീകരിക്കും. സ്വീകരിക്കേണ്ടെങ്കിൽ ഇരിക്കും, തുണിന്റെ പേര് സ്വീകരിക്കൂല. നമ്മളെല്ലാം എന്ത്? അതേ സമയത്ത് ഒരുത്തനത് നെജസിലിട്ട് ഉരുട്ടണ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളാൽ കണ്ട തന്നെയാണ് ആ തുണി, നല്ല തുണി, പുതിയ തുണി നമ്മളൊന്ന് എടുത്ത്. എന്താ അതിന്റെ രസം? പെരുന്നാളിൻ്റെ അന്ന് പുതിയ തുണിയും കുപ്പായം ഒന്ന് അലക്കിയിട്ടാണ് ഉടുക്കണ പെരുന്നാൾ പള്ളിക്ക്. ആ പള്ളിക്ക് പോയി പിന്നെ എൻ്റെ രസമുണ്ടോ? ഒപ്പുള്ളവരെന്താ പറയാ? അനക്കെന്താ പുതിയ തുണിയായി പുതിയ ഇത് അലക്കി തേച്ചാന്ന് കാണുന്നുണ്ടല്ലോ. ഇന്നലെ എടുത്തതാണ്, പെണ്ണുങ്ങൾ കൊണ്ട് അലക്കി തേച്ചു, അതോടുകൂടെ എന്തു പോയി? പുതിയതല്ല.
മനസ്സിലായി? അത്രേ നോക്കണ്ടുള്ളൂ. ഏതായാലും പള്ളിയിൽ പോയപ്പോ പറഞ്ഞ ഗീബത്തിനും മീമത്തുകൊണ്ട് ജുമാ മുടങ്ങിയെന്നല്ലാതെ സൂറത്തുനിന്ന് വന്ന തുണി എടുത്തതുകൊണ്ട് ജുമാ മുടങ്ങൂല. അപ്പൊ ആ ജാതി എന്ത് കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെ സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഹിമ്മത്ത് വേണം. എന്തിനു ഹിമ്മത്ത് വേണം? ഞാൻ വലുപ്പത്തരം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ഷുഗർ നോക്കൂല. ഞാൻ ഷുഗർ നോക്കിയിട്ട് 5-8 കൊല്ലായി, ഷുഗർ ഇല്ല. എന്നോര് പറയും ഷുഗർ നോക്കണേ, നോക്കൂല. എന്തുകൊണ്ട്? നോക്കിയാൽ ടെൻഷനാവും. ടെൻഷൻ കുഴപ്പമുണ്ട് വരും. വേണ്ട, ഹിമ്മത്താണ് അടിസ്ഥാനം. ഹിമ്മത്ത് എന്തിന് കാര്യം ഹിമ്മത്താണ്. എന്ത് കാര്യം ഹിമ്മത്താണ്. ഹിമ്മത്ത് എപ്പം നഷ്ടപ്പെട്ടോ പിന്നെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ദാറുൽ ഖുർആൻ റബ്ബിൻ്റെ സഹായത്താൽ ഈ വയലുള്ളതൊക്കെ നടത്തിയിട്ട് ഞാൻ എൻ്റെ കെയർ ഓഫിൽ നടന്നു പോകുന്നു. അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും എന്നൊരു വിശ്വാസമാണ്. അതുകൊണ്ട് നടക്കും. അപ്പം അള്ളാഹു നമ്മളെ സഹായിക്കും. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഇല്ലേ, കഴിയൂല. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ എന്തിന് എനിക്ക് ബിസ്മി മതി. പക്ഷെ നിനക്ക് എന്ത് വേണം? യഖീൻ വേണം. യഖീൻ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുന്ന ഡോക്ടർ നിങ്ങളിരുന്ന ഒരാൾ മരുന്ന് വാങ്ങി കൊണ്ടുപോയി, അയാൾക്ക് നിങ്ങളെ വിശ്വാസം വേണം. അതേസമയത്ത് നിങ്ങൾ മരുന്ന് വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരുത്തന് പിന്നെ എന്തോ പല്ലുവേദനക്കോ പനിക്കോ മരുന്ന് വാങ്ങിക്കൊണ്ടുപോയി, അയാൾ എന്താ പറഞ്ഞ് അയാൾ തലയിൽ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കണ എന്താ ഡോക്ടർ ആണാവോ എന്ന് വിചാരിച്ചാൽ ഗുളി കുടിച്ചാൽ ആ രോഗം മാറൂല. അതേ സമയത്ത് അയാളൊരു വിശ്വാസം ഉണ്ടായി, എൻ്റെ മരുന്ന് കുടിച്ചിട്ട് ഒരാൾക്ക് ദോഷം വന്നിട്ടില്ല, പനി മാറിയിട്ടേ ഉള്ളൂ, രോഗം മാറിയിട്ടേ ഉള്ളൂ, അത് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് പനി മാറും. മനസ്സിലായില്ല? പനി മനസ്സിലായില്ല നിങ്ങൾക്ക്? അത് ആ ഗുളിക പൊരേ കൊണ്ടുപോയി വെച്ചിട്ട് കുടിക്കാതെ ദീനം മാറും. എന്ത് ഡോക്ടർക്ക് പോയാൽ ഡോക്ടർ തോന്നി. അപ്പം ഡോക്ടർ മുഹമ്മദ് വായാനെ വിശ്വാസമുള്ള ഒരാൾ വന്ന് കണ്ടു, മരുന്ന് കുടിച്ചില്ല, രോഗം മാറും. എന്താണ് കാരണം? ഹിമ്മത്ത്. മുപ്പരെ വിശ്വാസാണ്. ആളക്കുളം അബ്ദുൽ ബാരി റഹ്മത്തുള്ളാഹിനെ ഒരാള് ആ നാടിന് പരിസരത്തും പാമ്പ് അടിച്ചവർക്ക് അവരൊരു താരീഖാണ്. പാമ്പ് അടിച്ചവർക്ക് വിശറങ്ങും. അവരെന്തും മന്ത്രിച്ചു കൊടുത്താൽ മതി, സുമ്മിൻ്റെ ഇജാസത്തുണ്ട്. അപ്പൊ പാമ്പ് കടിച്ചാൽ ഇന്നത്തെ കാലത്തില്ല, പണ്ട് എപ്പോഴും അങ്ങനത്തെ തൊഴിലല്ലേ, പാമ്പടിക്കുന്ന ആളുകൾ പാഞ്ഞു വരും. അപ്പൊ ഒരു വെള്ളം മന്ത്രിച്ചു കൊടുക്കും, ദീനം മാറും. ഒരാളെ പാമ്പ് പിടിച്ചു, വളക്കത്ത് പുതുപ്പറമ്പിൽ പാമ്പ് പിടിച്ചപ്പോൾ ഒരാൾ പാഞ്ഞു അവരെ വീട്ടിലേക്ക്. അബ്ദുൽ ബാരി ഉസ്താദ് അവിടെ ഇല്ല. അപ്പൊ വേഗം അവിടുത്തെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിയാണ് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ എന്തേ പിന്നെ ഉസ്താദിന്റെ അവിടുന്ന് വെള്ളത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതന്നെ ഉസ്താദിന്റെ അവിടുന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. എന്തില്ല, ഉസ്താദിന്റെ കിണറ്റിൽ നോക്കിയതാണ്. എന്തില്ല, മന്ത്രിച്ചിട്ടില്ല. അയാൾ കുടിച്ചു, അത് വേഷം ഇറങ്ങി. ഇത് താരിഖാണ്. എന്തുകൊണ്ട്? ഈ രോഗിക്ക് എന്തുണ്ട്? ഹിമ്മത്തുണ്ട്. അവര് വലിയ മഹാനാണ്, അവരെ ഊത്തത്തിലെത്തിയിട്ടുണ്ട്, കഴിഞ്ഞ് ആ വിശ്വാസത്തോടുകൂടെ അത് ഒഴിവായി, പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഏതൊരു കാര്യത്തിന്റെയും അടിസ്ഥാനം യഖീനാണ്. അനക്ക് ബിസ്മി മതിയാവും. എന്ത് വേണം? ഇത് എന്ത് ഖൈറായ കാര്യത്തിലും ഒരു ബിസ്മി ചൊല്ലി നടന്നോക്കാം, നിനക്കത് മതിയാവും. നിനക്ക് ഇത് പറയും ചെയ്യും. അന്ന് മുതൽ 10ാമത്തെ കൊല്ലം നമ്മൾ തമ്മിൽ കണ്ടുമുട്ട വഴി പറയും, സ്ഥലേ അന്ന് നിങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ ഏത് കാര്യത്തിനും ബിസ്മി എഴുതിയിട്ടുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടോട്ടുണ്ടായിട്ടില്ല. അതുവരെ ഞാനൊരു പകുതിയും എത്തിയില്ല എന്ന നിലക്കുള്ള ജീവിതന്. പിന്നെ ഞാൻ വിചാരിച്ചൊക്കെ നടന്നു. എന്തുകൊണ്ട്? ഈ ബിസ്മി അല്ലിപ്പോ നിനക്ക് എന്തുണ്ട്? യഖീനുണ്ട്. ഹബീബായ നബി പറയാ, മൂഖിനൻ, യഖീനോടുകൂടെ ചെയ്യണം. എന്നാൽ പർവ്വതങ്ങൾ നിന്റെ കൂടെ തസ്ബീഹല്ലും, നിനക്ക് യഖീനുണ്ടെങ്കിൽ. അപ്പൊ ഈ പർവ്വതങ്ങളൊക്കെ തസ്ബീഹല്ലാം കാരണക്കാർ നീയാവും. അപ്പൊ അങ്ങനത്തെ ഒരു ജനത ഇവിടെ ഉണ്ടായപ്പോൾ അവര് ന്യൂനപക്ഷാണ്. അവരൊരു പേടിച്ചില്ല. ഇന്ത്യ വിഭജിക്കുമ്പോൾ മനസ്സിലായില്ല, കാര്യമായ മുസ്ലിങ്ങളൊക്കെ എവിടെ പോയി? പാകിസ്ഥാനിലേക്ക് പോയി. ഒരു അനാവശ്യമായിരുന്നു പാകിസ്ഥാൻ. പോകട്ടെ, ഇതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല. ബാക്കി ഇവിടെ പാവപ്പെട്ട കുറച്ചാളുകൾ ബാക്കിയായി. മനസ്സിലായോ? എല്ലാവരും അവർക്കെതിരായി. എല്ലാവരും. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ വന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചത്, മുസ്ലിം ലീഗ് എന്നാൽ ചത്ത കുതിരയാണ്. അപ്പോൾ ഒരാൺകുട്ടി മറുപടി പറഞ്ഞു, മുസ്ലിം ലീഗ് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്.
അതവർക്ക് തൊള്ളോണ്ടല്ലേ പറഞ്ഞത്. അവർക്ക് എന്തുണ്ട്? ഹിമ്മത്തുണ്ടായിരുന്നു, അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. ആരിൽ? അല്ലാഹുവിൽ. അടിയുറച്ച വിശ്വാസം. ഞങ്ങളെ റബ്ബ് നമ്മൾ വെറുതെ ആക്കൂല. ഇന്നിപ്പോ എല്ലാം നിലക്കും. എവിടുന്നൊക്കെ നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പൊ നമുക്കൊന്നും ധൈര്യമില്ല. എന്താ പ്രശ്നം? അചഞ്ചലം പ്രശ്നം കണ്ടുപിടിക്കുക. പ്രശ്നം എന്താ? അചഞ്ചലമായ വിശ്വാസം അല്ലാഹുവിൽ ഇല്ല. അപ്പോൾ നമ്മൾ ആരല്ല? മുഅ്മിനല്ല. മുഅ്മിൻ പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ മനുഷ്യന്മാർ ആദമിന്റെ മക്കളെ നശിപ്പിക്കുന്നതാണ്. അപ്പൊ അല്ലാഹ് എന്താ ഇബ്ലീസിനോട് പറഞ്ഞത്? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എൻ്റെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്, തൊടാൻ പറ്റൂല. എന്തൊട്ടാലും ജലദോഷം ചെയ്യിപ്പിച്ചാൽ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കും. കാരണം അവർക്ക് ഇന്ന വിശ്വാസമുണ്ട്. എന്താ ഹബീബായ നബി പറയാ അടിമേ നിനക്ക് ഭൂമിയിൽ നിന്ന് ആകാശത്തിന്റെ ഉച്ചിയോളം കുറ്റമുണ്ടായാലും ഞാൻ ഗഫൂറാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തരും. നീ എൻ്റെ അടിമ. എന്താ പറഞ്ഞത്? നീ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് ആകാശത്തിന്റെ ഉച്ചി വരെ നിനക്ക് എന്തുണ്ട്? ദോഷമുണ്ട്. പക്ഷെ നിനക്ക് എന്തുറപ്പുണ്ട്? അന്നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അൻത അബ്ദി. നിന്റെ അബ്ദാണ് ഞാൻ, നിന്റെ ഇലാഹായ റബ്ബാണ് ഞാൻ, ഒന്നേ ഉള്ളൂ എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ എന്നിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണെങ്കിൽ, ഭൂമിയുടെ പ്രതലം മുതൽ ആകാശത്തിന്റെ ഉച്ചി വരെ നിനക്ക് ദോഷമുണ്ടെങ്കിലും ഞാൻ നിനക്ക് പുറത്തേരും. എന്താ പ്രശ്നം? അതാണ് വേണ്ടത്. ഇപ്പൊ നമുക്ക് എല്ലാം ഉണ്ട്, വിശ്വാസമല്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, വിശ്വാസമല്ല. അപ്പൊ ഈ ഒരു ബിസ്മില്ലാ അതന്നെ മതിയാവും. മദ്രാസില് രോഗിയായി മരിക്കാൻ കിടക്കുക. ബഹുമാനപ്പെട്ട എന്താ പറയാ, ഖൈദമില്ലത്ത് മുഹമ്മദ് ഉസ്മാൻ സാഹിബ് മരിക്കാൻ കിടക്കുന്ന നേരം, മരണം ഉറപ്പാവുന്ന സമയം ആളുകളെ വിളിച്ചു. CH അടക്കണ്ട്. ബാഫക്ക് തങ്ങളുണ്ട്. ബുർദെല്ലാം പറഞ്ഞു. ബാഫക്ക് തങ്ങൾ ആ ബുർദെല്ലാം നേതൃത്വം കൊടുത്ത്. ആരുടെ? ഈ ചരിത്രമാണിത്. ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരാൾക്ക് നിശ്ചയിക്കാൻ പറ്റൂല. ഈ ഉമ്മത്തിന് രണ്ടാമത്തെ ഒരു നവോത്ഥാനം ഉണ്ടാക്കിയ ആളാണ് ആര്? പറയും മക്കളെ, ഖൈദമില്ലത്ത് മുഹമ്മദ് ഉസ്മാൻ സാഹിബ്. ഈ മനുഷ്യൻ മദ്രാസിൽ ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ബുർദലിച്ചു. ബുർദയെല്ലാം നേതൃത്വം കൊടുത്ത് ബാഫക്കത്തങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു. അദ്ദേഹം ബുർദയിൽ കൂടി. ഒരു മുസ്ലിമായ ഡോക്ടർ ചികിത്സിക്കേണ്ട ഡോക്ടർ കയറി വന്നപ്പോ ബുർദയിൽ കൂടി. ആര്? ഇന്ന് ഈ ബുർദ ശിർക്കാണെന്നാണ് നമ്മൾ വിശ്വാസം. എങ്ങനെ എന്നാലാണ്? തല്ലുറപ്പാണ്. വിശ്വാസം പോയി. മനസ്സിലായില്ലേ? ബുർദ അന്നത്തെ 160 വരി തന്നെയല്ലേ എന്നുള്ളൂ. പുതിയ അഡീഷണൽ വരി കയറ്റിട്ടില്ലല്ലോ. അമിൻ തകുരിജി റനിം ബിദി സലമി മസജിത ദമൻജറ മിൻ മുഖലത്തിൻ ബിദമി അംഹബത്തിൽ റിഹു മിൻ തിൽകാഇ ഖാലിമതി. ഇതൊക്കെ ആ ഒരു വരി അങ്ങനെ ജന്നലെ ബുർദ. അപ്പൊ എന്താ കാര്യം? യഖീൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഹിമ്മത്ത് നഷ്ടപ്പെട്ടു പോയി. യഖീൻ വേണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇമാം ദൈലമി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് ഒരു ഹദീസ് കൂടി പറയാ. നാളെ ഇതിന്റെ വിശദമായ ബാക്കി പറയാ. മൻ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുതിബ ലഹു ബികുല്ലി ഹർഫിൻ 4000 ഹസന ومحي عنه 4000 سيئة ورفع له 4000 درجة. ഒരാൾ അള്ളാഹുവിന്റെ ഇഷ്ടവചനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസ്മാണ്. അമ്പിയാക്കളുടെ വഹീന്റെ മിഫ്താഹാണ്. മുത്തുനബിയുടെ വഹീന്റെ മിഫ്താഹാണ് എന്ന യഖീനോടുകൂടെ ഒരാൾ ബിസ്മി ചൊല്ലിയാൽ ഓരോ അക്ഷരം 19 അക്ഷരം, ഓരോ അക്ഷരത്തിനും 4000 ദോഷം പുറത്തു കൊടുക്കും, 4000 നന്മ എഴുതി കൊടുക്കും, 4000 ദറജ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർത്തി കൊടുക്കും എന്ന് പുണ്യ റസൂൽ മുസ്തഫ ഇബ്നു മസ്ഊദാണ് ഹബീബായ നബി എന്നത് ഇത് പറയുന്നത്. അവർ അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ, ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയത് ഇബ്നു മസ്ഊദാണ് റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. നമ്മൾ പറഞ്ഞ അവസാനിപ്പിക്കാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇമാം ദൈലമി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ദുർറിലെ ഹാഫിള് ജലാലുദ്ദീൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ് ഹാഫിള് ജലാലുദ്ദീൻ റളിയല്ലാഹു. അവരിൽ നിന്നാണ് ഞാനിത് വായിക്കുന്നത്.
എന്താ പറയുന്നത്? ഒരാൾ യഖീനോട് കൂടെ അതിന്റെ മഹത്വം ഉൾക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ഓരോ അക്ഷരത്തിനും അയാൾക്ക് 4000 നന്മ അല്ലാഹു തആല എഴുതി കൊടുക്കും. 4000 തിന്മകളെ മായ്ച്ചു കൊടുക്കും. 4000 ദറജകളെ അല്ലാഹു തആല ഉയർത്തി കൊടുക്കും. തിരുള്ളോനല്ലേ അല്ലാഹു. ഭാര്യ കൊടുക്കാൻ വേണ്ടി കൊടുക്കാനായിട്ട് അള്ളാനെ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? നമ്മൾ വിചാരിച്ച കൂലിയായിട്ട് മനസ്സിലാക്കണ്ട. എമ്പാടുള്ളവന് കുടിക്കാനൊരു വകുപ്പുണ്ടായാൽ മതി, കൊടുക്കും. 2 പണിക്കാരുണ്ടായിരുന്നു ഈ പറഞ്ഞ അബ്ദുൽ ബാരിന്റെ വീട്ടിൽ. വലിയ മുതലാളിയാണ്, വലിയ ഭൂസ്വത്ത് മുതലാളിക്കാർ. അപ്പോൾ ഓരോട് പണി പറയും. എന്താ പണി പറയാ? വെയിൽ നടക്കാൻ പറയും. നാളെ വെയിലിയാൽ പൊളിച്ചിട്ട് അപ്പുറത്തേക്ക് നടക്കാൻ പറയും. ഇങ്ങനെ പറയും. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ച്, ഒപ്പം നിൽക്കുന്ന കാര്യസ്ഥൻ ചോദിച്ചത് കുറെ കാലമായിട്ട്, ഇന്ന് വെയിലിൽ ഇവിടെ നടക്കും, നാളെ അത് പൊളിച്ചാണ് അവിടെ നടക്കും. അപ്പൊ പറഞ്ഞേ ഒറ്റക്ക് കൊണ്ടേറ്റ് പറഞ്ഞേ, ഒരു നാട്ടിലെ ദരിദ്രന്മാര ഓലെ പൊരയിലെ ചെലവ് നടത്താൻ ഞാൻ നേറ്റതാ, ഞാൻ തീരുമാനിച്ചതാ. വെറുതെ കൊടുത്താൽ ഒരു മടിയ മരവും. അപ്പൊ ഒരു ചെറിയ പണി ഒരു എടുക്കും. അപ്പോൾ ഓർക്ക് ഞാൻ വെറുതെ കൊടുത്താൽ അവർക്ക് എന്തുണ്ട് ഇന്ന മേലൊരു നിന്യത. മൂപ്പര് ഞങ്ങൾക്ക് വെറുതെ തരില്ലേ? ഓരോ പെണ്ണുങ്ങൾ കുട്ടികളും മൂല്യർക്കാക്കാൻ്റെ അവിടുന്ന് വെറുതെ കിട്ടിയിട്ടാണ് നമ്മൾ കഴിയണത് എന്ന് ഓർക്കൊരു നിന്യത ഉണ്ടാവും. അത് വേണ്ട, ഞങ്ങൾ വാപ്പ പണി എടുത്താലെന്നറിയാം. എന്താ പണി? എലി കിട്ടുക. നാളെന്താ പണി? എലി വിളിക്കുക. മറ്റേതെന്താ പണി? അതേ പേര് പിന്നെ ഇറക്കുക. ഞാൻ എന്ത് ഉദ്ദേശിച്ചിട്ടുണ്ട്? എൻ്റെ കയ്യിൽ പഠിച്ചം തന്നെ ഞാമത്തുണ്ട്. ഭൂസത്വം എമ്പാടുള്ള ആളാണ്. അപ്പം ഇന്റെ നീയത്താണ് എന്ത്? ഇവരെ രണ്ടാളും പൊരയിൽ ചെലവിനെ കൊണ്ട് നടക്കണം. അതെനിക്കൊരു സ്വതക്ക പോലെ അല്ലാഹു തആല ആക്കി തരണം. അപ്പൊ എന്തെങ്കിലും ചെറിയ പണിക്കൂലി വരും, ആ പണി ഇങ്ങനെ എടുക്കും, ഞാൻ നല്ലൊരു കൂലിയും കൊടുക്കും. അപ്പൊ ഓർക്ക് പണി പൈസ കൂലി വാങ്ങുമ്പോൾ നല്ലൊരു ഇജ്ജത്തുണ്ട്. എന്ത് പണിയിടണല്ലേ? വെറുതെ അല്ലല്ലോ. ഓരോ പരീക്ഷ പോലെ പെണ്ണുങ്ങൾ കുട്ടികൾക്കും സന്തോഷമാണ്. നമ്മൾ വാപ്പ പണിക്ക് പോയിട്ടാണ്, നിങ്ങൾ ഓസാരല്ല. അങ്ങനെ തന്നെയല്ലേ? നീ നേരെ അള്ളാഹ് കണ്ടു നോക്കാം. ഇതാണോ അള്ളാഹ്? അള്ളാഹ് നമുക്ക് തരാൻ തീരുമാനിച്ചതാണ്. അതിന് ചെറിയൊരു പണിയാണ് തീർക്കുന്നത്. ഒരു ബിസ്മിക്ക് തന്നെ എത്ര കൂലിയിലാണെങ്കിൽ പിന്നെ നിസ്കാരത്തിൻ്റെ കൂലി എത്ര ഉണ്ടാവും? അതിൻ്റെ കാരണം കൊടുക്കാൻ തീരുമാനിച്ചാണ്. അങ്ങനത്തെ ആളുകളുണ്ട്. വലിയ ഖജനാവിൻ്റെ മക്കാരനാണ്, അങ്ങനെ ചെയ്യും. ഒരാൾ വീട്ടിലേക്ക് ഞാനൊരിക്കൽ പിന്നെ എന്താ പറയുക, ഒരു ദ്വീപിൽ പോയി. അപ്പോൾ ദ്വീപിലെ ഒരാൾ, അവിടുത്തെ ഒരാൾ നല്ല മനുഷ്യൻ, അയാൾ ഞാൻ അടക്കൽ 3-4 ആളുകളെ ഞാൻ ആ ദ്വീപിൽ നിൽക്കുന്ന സമയത്ത് പുരയിലൊരു മൗലിദ് ഓതി ദുആ ചെയ്യണമെന്നാണ് വിളിച്ചു. അങ്ങനെ മൗലിദ് ഓതി എല്ലാം വേണ്ടി അവൾ ചെന്നപ്പോൾ തന്നെ ആ മനുഷ്യൻ നമ്മളെ പോക്കറ്റിൽ പൈസ ഇട്ടെന്ന്. മൗലിദ് തുടങ്ങിയിട്ടില്ല, പൈസ ഇട്ടെന്ന്, വലിയൊരു പൈസ. പിന്നെ മൗലിദ് ഓതി തുടങ്ങിയപ്പോൾ 30 പൈസൻ്റെ കെട്ടും കൊണ്ടുവന്ന് പിന്നെയും കൊടുക്കൽ തുടങ്ങി. കൊടുക്കന്നെ പിന്നെയും കൊടുക്കാം. മൗലിദ് ഓരോ ആദ്യത്തനുസരിച്ച് 30 പൈസ കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ മൗലിദ് കഴിഞ്ഞ് അപ്പം നമ്മൾ മനസ്സിലാക്കി കിട്ടേണ്ടതൊക്കെ കിട്ടി, ഇനി ചോറ് ബാക്കിയുണ്ടാവുള്ളൂ. ചോറ് തിന്ന് പോരുമ്പം 30 വക മൗലിദിന്റെ കവറ്. അപ്പൊ 30 എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുക്കാൻ തീരുമാനിച്ചാണ്. അതിന് കാരണം ഉണ്ടാക്കണം. ഓരോ അതീത് വരുമ്പോ വന്ന പൈസ എന്താ വിഷയം? കൊടുക്കാൻ തീരുമാനിച്ചാണ്. ഈ അടിമൻ എങ്ങനെയാണെങ്കിൽ ഉടമ എങ്ങനെ ഇരിക്കും? 4000 കൂലിയൊക്കെ ഒരു ബിസ്മിമ്മ ഒരു അർഫമ്മ കിട്ടണമെങ്കിൽ ഒരു അർഫമ്മ 4000 ഹസനത്ത് എഴുതി കൊടുക്കും. ചീത്ത ഉണ്ടെങ്കിൽ 4000 ചീത്ത ഒഴിവാക്കി കൊടുക്കും. ചീത്ത അല്ലെങ്കിലോ ആസ്ഥാനത്ത് ഹസനത്ത് കൊടുക്കും. പിന്നെ ഇവന് അള്ളാന്റെ മലായിക്കത്തിന്റെയും മുഅ്മിനീങ്ങൾ അർവാഹിന്റെ ഇടയിൽ 4000 ദർജ ഇവന് ഉയർത്തി കൊടുക്കും ഓരോ ബിസ്മിക്കും. പിന്നെ എങ്ങനെ ഈ അലിഫും ബാവും പഠിക്കാത്ത നമ്മളന്മാര് കെലിമല്ലാതെ മരിക്കോ? കാരണം അതിന് മാത്രം ബിസ്മി എഴുതിയിട്ടില്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് വേറെ രഹസ്യം അങ്ങനെ, അന്നത്തെ കാലത്ത് നമ്മൾ ഈ കാണുന്ന പല സുന്നത്തുകളും കുറവാണ്. തെറാവിനൊക്കെ കുറഞ്ഞ മനുഷ്യന്മാരുണ്ടാവും. ഇന്നിപ്പോൾ തെറാവിനെ നേരത്തെ ഒറ്റ റോട്ടുമ നടക്കണമെങ്കിൽ ഇതിനെ നോട്ട് ചെയ്യും. സത്യത്തിൽ തെറാവിന് നാളില്ല. എൻ്റെ കുട്ടിക്കാലത്ത് തെറാവിനൊന്നും ആളില്ല, കുറഞ്ഞ സത്യല്ലേ. ഞാൻ ഈ നേരച്ചോരെങ്കിലും പറയും മനുഷ്യന്മാരെ അല്ലേ ആ ഈശ്വര നിസ്കാരം കഴിഞ്ഞാൽ ഏകദേശം ആളൊക്കെ പരി പോവും.
ജമാഅത്ത് പോലും വലിയ താങ്ങി പിടിച്ച് ചെയ്തു തരാനാണ് എന്ത് ഈശാന്റെ ജമാഅത്തിന് വരും. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ 4 മൊല്ലാക്കി 4 ആളും അങ്ങനെ. ഇതൊന്നുമില്ല കുട്ടി, ഇതൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്? ഇവർക്ക് അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുണ്ട്. ഇവർക്ക് നേരെ വിളിച്ച പണിക്കോണം. നമ്മളിവിടെ നിൽക്കണേ നമുക്ക് ഉറക്കം വരാത്തോണ്ടാണ്. അങ്ങനെ പണിയില്ല, വൈകുന്നേരം വരെ കടന്നുറങ്ങിക്കണേ. ഇനിയിപ്പോ പണിയില്ല, അപ്പൊ ഇനി പള്ളിക്കലെങ്കിലും ആയിക്കോട്ടെ. ഇടക്കിടക്കൊന്ന് പാളി വെക്കുന്നു, വല്ല ചീരനുണ്ടായാൽ അൽഹംദുലില്ലാ, ചീരനീര് കിട്ടുമല്ലോ. ഒന്നുമില്ല. ദുആ സമ്മേളനം തുടങ്ങിയപ്പോൾ ആക്ഷേപിച്ച പണ്ഡിതന്മാരെ എനിക്കറിയാം. എന്താണ് പണ്ടില്ലാത്തൊരു പരിപാടി? അല്ലാഹുമ്മ അശ്ഹദ്, അള്ളാഹു സാക്ഷിയാണ്. പഴയ കാലത്ത് ദുആ സമ്മേളനമല്ല. ഒരു വേല പറയും, കൊല്ലത്തിൽ 2-3 വേല, 4 പേരും. പിന്നെ പള്ളിക്കല മൂല്യർ റമളാൻ മാസം വേല പറയും. അതിനു വേണ്ടി ഓരെന്നെ ദ്വാരക്കും. ദ്വാരക്ക് നടക്കുന്ന ആളുകളില്ല. ഇപ്പൊ വേലിന് ആള് വേറെ. തെറ്റല്ല, ഒരു കാലം മാറി വന്നു. പിന്നെ ലാസ്റ്റ് ദ്വാ സമ്മേളനം. പഴയ കാലത്ത് ദ്വാ സമ്മേളനം തന്നെയല്ല, ദ്വാരക്കും. അത്രേ ഉള്ളൂ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. ഇതൊക്കെ ഇപ്പം അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. അതിനനുസരിച്ച് ഈമാൻ പോവുകയും ചെയ്തു. ഇതുണ്ടായിട്ടല്ല. ഇതൊക്കെ നമ്മൾ കാട്ടിക്കൂട്ടി നമ്മൾ അതിന്മേലാണ് വിശ്വസ്തരാകാണ്. നമുക്കൊന്നും പറ്റൂല. തറാവിയൊന്നും ഇല്ല കുട്ടി. മുത്തുനബിന്റെ കാലത്ത് തന്നെ ഇല്ല. പിന്നെ ഇന്ന് മുതൽ തറാവി മുടക്കണ്ടട്ടാ. പക്ഷെ ഇതിന്റെ ചരിത്രം പിടിച്ചു നോക്കാം. എന്റെ കുട്ടിക്കാലത്തെ നാട്ടിൽ 90% തറാവി സ്കരിക്കില്ല. ഇന്നിപ്പോ തറാവിയും വിത്തറും പിന്നെ ഖിയാമുൽ ലൈൽ പറഞ്ഞാൽ അതിനും ഒക്കെ ആളുകൾ നിൽക്കുക. എന്താ പണി? മാന്ത. നാല് സിനിമാ നടിനെങ്കിലും കാണാതെ തറാവി കഴിച്ചില്ല. മറ്റേ സിനിമാന്റെ പോസ്റ്റർ നോക്കി അവനെ മയലെന്ന് കൊടുത്ത. മൂല്യേര് മാന്തലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മൂല്യന്മാരും മാന്തും. എന്ത് തെറാവിനിടയിൽ മാന്തുന്നവരുണ്ട്. ഈ ജനതയ്ക്ക് എന്ത് തെറാവി? അവർക്ക് തെറാവി, അവർക്ക് അതിൻ്റെ ആവശ്യമല്ല, അവർക്ക് കുറ്റമല്ല. നല്ല മനുഷ്യന്മാരാണ്. എല്ലാത്തിനും നമുക്ക് യഖീനാണ്, സാധനമല്ല. ഞാൻ തെറാവി മോശമായിട്ട് പറയല്ല. ഇന്റെ കുട്ടിക്കാലത്തിന്റെ റബ്ബാണ്. ഇന്റെ കുട്ടിക്കാലത്തെ തെറാവി ഇല്ല ഉണ്ട്. ഒരു 4 ആൾ മൊല്ലാക്കി. അതിന് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞോലാണ്. വലിയ കാര്യം കൂടാനല്ല. സത്യല്ലേ? നിങ്ങൾ പറയും സത്യല്ലേ? നിങ്ങൾക്ക് നേർച്ചിക്കണല്ലോ മൈലാഞ്ചിട്ടിട്ടുണ്ടെങ്കിലും സത്യല്ലേ? ഒന്നുമില്ല. സമൂഹ നോമ്പ് തുറല്ല. ഇല്ല. എന്ത് സമൂഹ നോമ്പ് തുറ? ഒരാൾ നോമ്പുറക്കാൻ വരി കൊണ്ടുപോയാൽ തന്നെ പത്തിരി, കോയമുട്ടൻ്റെ കാര്യം കുറച്ച് പത്തിരിയും കിട്ടും. അതിന് മുമ്പ് നോമ്പുറക്കാൻ കുറച്ച് പത്തിരിയും ഒരു കാരൊക്കെ 4 ആൾ നോമ്പ് തുറക്കണം. ചീന്തി കൊടുക്കും. ഒരാൾക്കൊരു ചീന്തന്നെ അവകാശമുള്ളൂ. സത്യല്ലേ? തിന്നാനുമില്ല. ഒരു കോയമുട്ടൻ്റെ കാര്യം തന്നെ കറാമത്താണ്. അങ്ങനെയുള്ള ജനതയാണത്. നമുക്കോ ഈ ഭക്ഷണം ഒന്നുമില്ല. ഒരു നോമ്പുറക്കൽ, ഇതൊന്നും സമൂഹം നോമ്പ് തുറയും ഒന്നുമില്ല. അതൊന്നും സമൂഹം നോമ്പ് പറയും അടുത്താൽ തുടങ്ങിയതാണ്. 10-5 കൊല്ലം ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. പഠിച്ചോനെ പേടിയുണ്ട്. ഞാൻ അവസാനിപ്പിക്കണം. അപ്പോൾ യഖീനുണ്ട് അവർക്ക്. നിനക്ക് ബിസ്മി മതി, പക്ഷെ നിനക്ക് എന്ത് വേണം? യഖീൻ വേണം. അല്ലാഹു തആല അർശിൽ ആദ്യം എഴുതിയ വാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ സുബ്ഹാനല്ലാഹ്. മുത്ത് റസൂലുള്ളാഹിക്ക് ആദ്യമായി വഹയായി കൊടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറയും അല്ലാഹു സത്യം ചെയ്തു, ആരെങ്കിലും ഒരു കാര്യം ഇരുമൽ ചെയ്താൽ ആ കാര്യത്തിൽ എന്തുണ്ടാവും? ബർക്കത്തുണ്ടാവും. ഉറപ്പ് ബർക്കത്തുണ്ടാവും. ആ ബർക്കത്ത് ആ ബർക്കത്ത് നമ്മളെപ്പോലത്തെ വെളിവാവൂല. ചിലർക്കത് വെളിവാവും. സയ്യിദ് ജിഫ്രി തങ്ങളെ വീട്ടിലേക്ക് ത്വരീഖത്ത് സ്വീകരിക്കാൻ വേണ്ടി ടിപ്പു സുൽത്താൻ പട്ടാളം വന്നു. വരുന്നത് അറിയിച്ചിട്ടില്ല. വരികയാണ്. ചെറിയൊരു പാത്രത്തിൽ ഭക്ഷണം വെച്ചു. അവിടെ കൂടിയ കുറച്ച് ആളുകൾ ദിക്റിലുണ്ട്. അവർക്ക് വേണ്ടി ഭക്ഷണം വെക്കാൻ വേണ്ടി പറഞ്ഞു. ഭക്ഷണം വെച്ചു. ഭക്ഷണം വെച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തു തങ്ങൾ തന്നെ. പിന്നെ പറഞ്ഞു ഭക്ഷണം കൊട്ടിയെടുക്കരുത്. ആരും വന്നാലും ഭക്ഷണം ഇന്ന് എന്ത് ചെയ്യണം? കോഴിയോട് കോഴി എടുക്കണം, ഭക്ഷണം കൊട്ടരുത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ടിപ്പു സുൽത്താൻ പട്ടാളം എത്തി. ആ ടിപ്പു ഇതൊരു ചരിത്രമാണ്, മനസ്സിലാണ്ട് പറഞ്ഞത്, താരിഖാണ്. ടിപ്പു സുൽത്താൻ്റെയും പട്ടാളത്തിന് മുഴുവനും ആ ചെറിയ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചു, ത്വരീഖത്ത് സ്വീകരിച്ചു. ടിപ്പു തന്നെ ഒരു മാജിക് എടുത്തു.
ടിപ്പുവിന്റെ കോലത്തിൽ ഒരാളെ കിരീടം വെച്ചിട്ട് മുന്നിൽ നടത്തി. ഇത് കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന ആളാണോന്ന് അറിയണല്ലോ. അങ്ങനെ പന്തൽ വന്ന് കയറിയപ്പോ അവിടെ ഇരുന്നറിഞ്ഞു. അവസാനം കിരീടം ആര് വന്നു? അപ്പൊ സ്വീകരിച്ചു. രാജാവിടാണ്, തിരിഞ്ഞില്ല, കുട്ടിയാണ്. അപ്പൊ തന്നെ ടിപ്പുവിന് കാര്യം മനസ്സിലായി, ഇത് ആള് വേറെയാണ്. അതങ്ങനെയാണ്. ഒരു അള്ളാന്റെ അടിമകളാണ്, അവർക്ക് നടക്കാത്തൊരു കാര്യം ഉണ്ടാവില്ല. കാരണം ഒരു അള്ളാന്റെ അടിമകളാണ്. ഇന്നിപ്പോ നമ്മളെ വയക്കൂടിയിട്ട് കാര്യമല്ല. ഇന്നിപ്പോ ഈ വയറെന്ന് പറഞ്ഞപ്പോൾ ട്രോളും. മനസ്സിലാണ്ട് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പൊ കോഴിക്കോട്ട് നടന്നതാ. ഈ കോഴിക്കോട്ട് നടന്ന സംഭവം അപ്പി പറയണത്. ടിപ്പു വന്ന സംഭവമൊക്കെ താരിയേക്കാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? അപ്പൊ അവർക്കൊക്കെ യഖീനുണ്ട്. നമ്മളെക്കാൾ ഓരോ നിസ്കരിച്ചിനും നമ്മളെക്കാൾ ഒരു 6ാമത്തെ വഖ്ത് അവർക്കുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അവർക്ക് യഖീനുണ്ട്. നമുക്ക് അവർക്ക് ഇല്ലാത്ത നിസ്കാരമുണ്ട്. എന്തില്ല? യഖീൻ. അവസാനിപ്പിക്കാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുക്കും. ഇതിന്റെ ബാക്കി നാളെ പറയും വിശദമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അള്ളാഹിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. 11:30 മണിയായി. 11 മണിക്ക് നിർത്താൻ വിചാരിച്ചതാണ്. ദാറുൽ ഖുർആന് വേണ്ടി എല്ലാവരും ദാനം ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയവർക്ക് ഒക്കെ ആ ദിക്റൊന്ന് കടം വിടാനുള്ള അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തരീൻ റഹ്മാനദ് ദുനിയ വൽ ആഖിറ വറഹിമഹുമാ അൻത തർഹംനി റഹ്മതൻ തുഗ്നീനി ബിഹാ അമ്മൻ സിവാക്. ഒന്നും കൂടെ. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുത്തരീൻ റഹ്മാനദ് ദുനിയ വൽ ആഖിറ വറഹിമഹുമാ أنت ترحمني رحمة تغنيني بها عمن سواك. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحمهما أنت ترحمني رحمة تغنيني بها عمن سواك. الله تعالى توفيق ترتين. الله تعالى توفيق ترتين. أبي دائما അതങ്ങനെ തെല്ലാതെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എപ്പോഴും ചൊല്ലുക. റമളാനിൽ പ്രത്യേകിച്ചും അല്ലാഹു എല്ലാവരെയും കടം വീട്ടിത്തരട്ടെ. എല്ലാവരും കടം അല്ലാഹു തആല വീട്ടിത്തരട്ടെ. ഉഹദ് മല പോലെ സ്വർണം നീ കൊടുക്കാനുണ്ടെങ്കിൽ പോലും ഈ ഒരു ദുആ കാരണമായി നിന്റെ കടം അല്ലാഹു വീട്ടിത്തരുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടതാണെന്ന് പറഞ്ഞു. ആരെ പഠിപ്പിച്ചു? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ പഠിപ്പിച്ചു. അതുകൊണ്ട് എല്ലാവരും അതൊക്കെ ദായിമാർക്ക് അല്ലാഹു തആല ഇതിൻ്റെ ബാക്കി ചില അത്ഭുതകരമായ കാര്യങ്ങളും വിശേഷണങ്ങളും നാളെ പറയും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ദാറുൽ ഖുർആനിനെ സഹായിക്കുക. ഈ പരിപാടിക്ക് 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന്, ജനങ്ങൾക്ക് നുറുങ്ങുകളായ വിജ്ഞാനങ്ങൾ, ജീവിതത്തിൽ ഉപകരിക്കുന്ന നുറുങ്ങുകളായ വിജ്ഞാനങ്ങൾ നൽകുക എന്നതാണ് 1 ലക്ഷ്യം. 2, ദാറുൽ ഖുർആന് സാമ്പത്തികമായ ധനശേഖരണമാണ്. അതുകൊണ്ട് എല്ലാവരും ദാറുൽ ഖുർആനെ സഹായിക്കണം. ഇതിനോടനുബന്ധിച്ച് ദാറുൽ ഖുർആൻ്റെ അക്കൗണ്ട് നമ്പറും മറ്റുമൊക്കെ ഗൂഗിൾ പേ നമ്പർ, അക്കൗണ്ട് നമ്പറൊക്കെ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. എല്ലാവരും സഹായിക്കണം. ഇന്ന് ഈ കേട്ടിരിക്കുന്നവർ തന്നെ ഒരു ബക്കറ്റ് പിരിവ് ദാറുൽ ഖുർആന് കൊടുക്കണം. ഈ ഇരിക്കുന്ന ആളുകളും ഒരു ബക്കറ്റ് പിരിവ്. നിങ്ങളാൽ കഴിയാത്തവർ വേണ്ട, കഴിയുന്നവർ ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ വ്യാഖ്യാനം കേൾക്കാൻ വന്നവരാണ്. നിങ്ങൾ തന്നതിൽ വലിയ ബർക്കത്തുണ്ടാവും. അപ്പോൾ എല്ലാവരും കൊടുക്കണം. അതിന് പുറമെ കഴിയുന്നവർ കൊടുക്കുക. അതേപോലെ തന്നെ ഈ ആയിരക്കണക്കായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അവരെയും ദാറുൽ ഖുർആനിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ നിങ്ങളൊരു ബക്കറ്റ് പിരിവായി കൊടുക്കുക. ഇത് കേൾക്കുന്നതോടുകൂടെ പിന്നെ പരിശുദ്ധ റമളാനിൽ ദാറുൽ ഖുർആനിലെ കുട്ടികളെ ഏറ്റെടുക്കുക. ഒരു കുട്ടിക്ക് 15,000 രൂപ വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം വരെ നമ്മൾ കണക്കാക്കിയത്. ഈ വർഷം മുതൽ 10,000. ചെലവ് കൂടിയിട്ടുണ്ടെങ്കിലും ആളുകളുടെ കയ്യിൽ പൈസ കുറവാണല്ലോ എന്ന് വിചാരിച്ച് ഒരു ഭാഗികമായി ഒരു 10,000 ഉറപ്പിക്കുക. ഒരു കുട്ടിയെ 150ഓളം കുട്ടികളുണ്ട്. അവരെ നിങ്ങൾ ഏറ്റെടുക്കുക. പൂർണ്ണമായി ഏറ്റെടുക്കാൻ ഒരു 50,000 രൂപ അത് തരാവുന്നവർക്ക് തരാം. ഭാഗികമായാണെങ്കിൽ 10 രൂപ കൊടുത്താലും മതിയാവും. ബാക്കിയൊക്കെ നിങ്ങൾ എല്ലാ കാലവും ദാറുൽ ഖുർആനോട് സഹകരിക്കുന്നവരാണ്. എല്ലാം അല്ലാഹു തആല റാഹത്താക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹിൻ്റെ പരിശുദ്ധ ദാറുൽ ഖുർആൻ ഒരു പ്രത്യേക സ്ഥാപനമാണ്. അതിനെ സഹായിക്കുന്നവർക്ക് പ്രത്യേക ഖൈറുണ്ടാവും. ഖുർആൻ്റെ വീടാണ്. ഖുർആൻ്റെ വീട് എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഈ പേര് തന്നെ നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് റിഷാബ് തങ്ങളാണ്. അല്ലാഹു തആല ആ നാവിൻ്റെ ബർക്കത്ത് കൊണ്ടും പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും എല്ലാം അല്ലാഹു തആല റാഹത്താക്കി തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സമ്മതം കൊടുക്കണമെന്ന് ആയത്തുൽ കുർസിയുടെ സമ്മതം. 10 ആയത്തുൽ കുർസി അസർ നിസ്കാരം കഴിഞ്ഞിട്ട് 10 ആയത്തുൽ കുർസി ചോദിക്കാൻ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോ, സോഷ്യൽ മീഡിയയിൽ ചോദിച്ചവർ, ഇതിൻ്റെ താഴെ കമൻ്റ് ഇട്ട് ചോദിച്ചവർ എല്ലാവർക്കും സമ്മതം നൽകിയിരിക്കുന്നു.
എൻ്റെ ഷേഖ് ഇബ്രാഹിം സാലിഹ് അൽ ഹുസൈനി തങ്ങളിൽ നിന്ന് ഈ അമലിൽ എനിക്ക് പ്രത്യേകമായ സമ്മതമുള്ളതുപോലെ എല്ലാവർക്കും സമ്മതം തന്നിരിക്കുന്നു. അസ്ർ നിസ്കരിച്ച 10 ആയത്തുൽ കുർസി അവിടെ തന്നെ ഇരുന്ന് ചൊല്ലാൻ സമ്മതം തന്നിരിക്കുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പുറത്തു പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് മനസ്പ്രയാസങ്ങളുണ്ട്. ഇന്ന് പഠിപ്പിച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ഹക്ക് കൊണ്ട് ആ മനുഷ്യന്റെ പ്രയാസം തീർത്തു കൊടുക്കണമേ അല്ലാ. മനുഷ്യന്റെ പ്രയാസം തീർത്തു കൊടുക്കണമേ അല്ലാ. ഏത് തരം പ്രയാസമാണെങ്കിലും പുറത്തു പറയാൻ പറ്റുന്നതായാലും പറ്റാത്തായാലും ഒക്കെ അറിയുന്നവൻ നീയാണ്. ആ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണമേ അല്ലാ. എല്ലാവർക്കും റഹ്മത്തിന്റെ വാതിൽ തുറക്കണമേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പഠിച്ചോനെ, ഞങ്ങളെ നീ നന്നാക്കി തരണമേ റബ്ബേ. ഞങ്ങളെ സ്വാലിഹാക്കണമേ റബ്ബേ. ഞങ്ങളെ പ്രയാസങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ കടമുണ്ട് റബ്ബേ. വഹദ് മലയുടെ അത്രയൊന്നുമില്ലെങ്കിലും കടമുണ്ട് റബ്ബേ. ആ കട നീ വീട്ടി തരണമേ റബ്ബേ. ഒരു വ്യക്തിക്ക് അത് വഹദ് മലിന് അത്രയും തോന്നുന്നത് പോലെ ഞങ്ങൾക്കും ഞങ്ങളെ കടം വഹദ് മല അത്ര പോലെ തന്നെയാണ്. അല്ലാഹുവേ, ഞങ്ങളെപ്പോലത്തെ ആളുകളുടെ ഞങ്ങൾക്കൊരു വഹദ് മത തലയിൽ വെച്ചതുപോലെ തന്നെയാണ്. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണമേ റബ്ബേ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണമേ റബ്ബേ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണമേ റബ്ബേ. എല്ലാ കടവും വീട്ടി തരണമേ റബ്ബേ. എല്ലാ കടവും വീട്ടി തരണമേ റബ്ബേ. ദാറുൽ ഖുർആന്റെ കടങ്ങളും അതൊക്കെ വീട്ടി തരണമേ റബ്ബേ. എല്ലാം റാഹത്താക്കണമേ റബ്ബേ. നാഫിയായ ഇൽമുള്ള മക്കള്, അള്ളാഹിന്റെ ഔലിയാക്കന്മാര്, സ്വാലിഹീങ്ങള് ഇവിടുന്ന് ഇറങ്ങിപ്പോകണമേ തമ്പുരാനെ. എല്ലാവരെയും നീ സഹായിക്കണമേ റബ്ബേ. ഞങ്ങൾ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ മക്കളെ നീ സ്വാലിഹാക്കണമേ റബ്ബേ. ഞങ്ങൾ പ്രയാസങ്ങളെ പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, രക്ഷിതാവേ റബ്ബേ, തടിക്ക് നീ ആരോഗ്യം തരണമേ റബ്ബേ. ഏത് ഷുഗറും ഞങ്ങൾക്ക് പ്രയാസമാകരുത് റബ്ബേ. ഏത് പ്രഷറും ഞങ്ങൾക്ക് പ്രയാസമാകരുത് റബ്ബേ. ഏത് കൊളസ്ട്രോളും പ്രയാസമാകുന്ന അവസ്ഥയിലാകരുത് റബ്ബേ. ക്യാൻസർ പോലത്തെ രോഗം എടുത്തു കളയണമേ റബ്ബേ. ഒരു കാലത്ത് ജനങ്ങൾക്ക് വസൂരി ഉണ്ടായിരുന്നു, അത് നീ എടുത്തു കളഞ്ഞു. ഇന്ന് ക്യാൻസർ ആണത് നീ എടുത്തു കളയണമേ റബ്ബേ. അല്ലാഹ് നീ എടുത്തു കളയണമേ റബ്ബേ. ജനങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാകണമേ റബ്ബേ. ആരോഗ്യം നിന്നിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണമേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും ഭരണകൂടത്തിൽ നിന്നുള്ള ആശങ്കകളും എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. അത് മുസ്ലിം ഉമ്മത്തിന് ആശങ്കയാകരുത് അല്ലാഹ്. എല്ലാം നീ പരിഹരിക്കണമേ റബ്ബേ. നീ പരിഹരിച്ചവനാണ്. നീ ഞങ്ങൾക്ക് കാഫിയാണ്. നീ ഞങ്ങൾക്ക് കാഫിയാണ്. നീ ഞങ്ങൾക്ക് മതിയായവനാണ്. നീ എന്നും പരിഹരിച്ചവനാണ്. നാളെയും നീ പരിഹരിക്കണമേ അല്ലാഹ്. എല്ലാവരുടെയും ദുആക്ക് നീ ഉത്തരം തരണമേ അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും പരിഹരിക്കണമേ അല്ലാഹ്. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വൻദോഷങ്ങളെല്ലാം പുറത്തു കിട്ടുന്ന റസൂലുള്ളാഹിന്റെ ശഫാഅത്തുണ്ടാകും. ഷഫാഅത്തിൽ ഞങ്ങളെ കൂട്ടണമേ റബ്ബേ. വൻദോഷങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ പുറത്തു തരണമേ റബ്ബേ. എല്ലാം പുറത്തു തരണമേ റബ്ബേ. എല്ലാം പുറത്തു തരണമേ റബ്ബേ. ഈമാൻ തെറ്റിപ്പോകരുത് പഠിച്ചോനെ. ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാൻ നിലനിർത്തി തരണമേ റബ്ബേ. നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾ ഞങ്ങളോ ഞങ്ങളെ മക്കളോ പേരമക്കളോ കൂടുന്നതിനെ തൊട്ട് നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. സുന്നത്യമായത്തിന് വിജയിപ്പിക്കണമേ റബ്ബേ. ഉലമാക്കളെല്ലാം ഒരുമിച്ച് യോജിച്ച് മുന്നോട്ട് പോകണമേ തമ്പുരാൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.